ഷീല പറഞ്ഞോളൂ. സുധി പറഞ്ഞോളൂ. ഷീല പറഞ്ഞോളൂ. പറഞ്ഞോളൂ. ഷീല പറഞ്ഞോളൂ. ആരെങ്കിലും ഒന്ന് പറഞ്ഞ ഉപകാരമായിരുന്നു. രണ്ട് മസാല ദോശ, രണ്ട് വട. മോളൊന്ന് പറ. ഇത് പറഞ്ഞു തീരുമ്പോഴേക്കും കടയടയ്ക്കും. ആളുകളെയൊക്കെ ഞാൻ എൻ്റെ ഡ്യൂട്ടിയാണ് ചെയ്യണേ സാറേ. നിങ്ങൾ ആലോചിച്ചിട്ട് ഓർഡർ ചെയ്താൽ മതി. ഞാൻ പോയിട്ട് പിന്നെ വരാം. ഈ വീക്കെൻഡ് പിന്നെ പെണ്ണെന്താ ഭ്രാന്തട്ടോ. ഓരോരുത്തന്മാരുടെ വെയിറ്റേ. ഹേ ചേട്ടാ സാർ ഒരു മിനിറ്റ്. സുധി നമുക്ക് പോവാം. അയാളെ കണ്ടിട്ടൊരു മനുഷ്യപ്പറ്റുണ്ടെന്ന് തോന്നുന്നു. എന്താ വേണ്ട സാർ? വേറെന്തെങ്കിലും? എന്താടാ എന്ത് സന്തോഷമായിട്ടിരിക്കേണ്ട സമയമല്ലേ ഇത്? നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? എന്ത് വിഷമം? ഒന്നുമില്ല. കല്യാണത്തിൻ്റെ കാര്യം ഓർത്ത് നീ ടെൻഷനൊന്നും അടിക്കണ്ട. അതൊക്കെ നോക്കാൻ ഞങ്ങളില്ലേ ഇവിടെ? രാമ രാമ രാമ. കല്യാണി വരൂ കേട്ടോ, വരൂ. ഞാൻ പറമ്പിലായിരുന്നേ. ആ ഇരിക്കോ ഇരിക്കോ. അവളിപ്പോൾ വരൂ കേട്ടോ. മോളെ കല്യാണി. കൂടെ പഠിച്ചാണോ? അല്ല ഇവിടെ ഇത്ര വലിയ ക്ലോസ് ഫ്രണ്ട്. നമ്മൾ ഒരുമിച്ച് വന്ന് ക്ഷണിക്കാൻ. ഹായ്, വരൂ അങ്ങോട്ടേ ഇരിക്കാം. റിയ ഫസ്റ്റ് കസിൻ ആണോ? അച്ഛൻ്റെ ചേച്ചിയുടെ മോളാ. ആഹാ, ഞങ്ങൾ സ്കൂൾ മേറ്റ്സ് ആയിരുന്നു. ഇരിക്കൂ. റിയാണ് സുധയുടെ ഇഷ്യൂവിനെ കുറിച്ച് പറഞ്ഞത്. എന്ത് ഇഷ്യൂ? നിങ്ങളെന്താ ചെയ്യുന്നത്? ഷീസ് എ സ്പീച്ച് തെറാപ്പിസ്റ്റ്. ഫസ്റ്റിനല്ലേ കല്യാണം? എനിക്കൊന്ന് ബാംഗ്ലൂർക്ക് പോകേണ്ടി വരും, അല്ല ഞാൻ ഡെഫിനറ്റ്ലി വന്നേനെ. താങ്ക് യു. അമ്മൂമ്മ എന്തായാലും വരൂ കേട്ടോ, പായസത്തിന്റെ ആളാ. നിങ്ങൾ രണ്ടുപേരും കൂടി വരാൻ ഞാൻ പറഞ്ഞത് കാര്യങ്ങൾ കുറച്ചുകൂടെ ട്രാൻസ്പാരൻ്റ് ആയിട്ട് സംസാരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാ. ആൻഡ് ദ ഫസ്റ്റ് തിങ് യു വിൽ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ്, സുധിയുടെ ഈ സ്റ്റാമറിംഗ് ഇഷ്യൂവിന് അതിനൊരു പെർമനൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ഇല്ല എന്നതാണ്. ഞാൻ ഉദ്ദേശിച്ചത്, സുധി ആദ്യം അത് ആക്സെപ്റ്റ് ചെയ്താൽ നമുക്ക് പിന്നെ അത് കൺട്രോൾ ചെയ്യാനുള്ള മെഷേഴ്സ് ആലോചിക്കാം. ആ ആക്സെപ്റ്റൻസ്, അതാണ് പലർക്കും ബുദ്ധിമുട്ട്. എന്നുവെച്ചാ ലൈഫ് ലോങ് ഇത് ഇങ്ങനെയായിരിക്കും എന്നാണോ? ഇത് ഓവർകം ചെയ്തിട്ടുള്ള എത്രയോ ആൾക്കാരുണ്ട്. ഇറ്റ്സ് ഓൾ ഇൻ ദ മൈൻഡ്. മെഡിക്കലി സ്റ്റാമറിംഗ് ജന്മനാ ഉള്ളൊരു ന്യൂറൽ ഡിസോർഡർ ആണ് ഇൻ മോസ്റ്റ് കേസസ്. സോ ഇറ്റ്സ് എ റിയാലിറ്റി. അതാണ് ഭൂരിഭാഗം പേര് മനസ്സിലാക്കാത്തത്. അതിനായി ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞ് ഒരുപാട് സമയവും പൈസയൊക്കെ ചെലവാക്കും. അതല്ല വേണ്ടത്. സുധിയല്ലേ ഇത്? ദേ വരുന്നു നമ്മുടെ അഭിനവ രമണൻ. ഡാ സുധി, സുധി നിക്കടാ. എടാ സുധി,
ഇവനിത് എങ്ങോട്ട്? നീ ഇന്ന് എങ്ങടെ സ്കൂളിൽ നിന്ന് മുങ്ങിയേ? ഡാ ഗ്രേഗൻ നാളെ പോണല്ലോ, നമുക്കിന്ന് എന്റെ വീട്ടിൽ കൂടിയാലോ? കുപ്പി റെഡിയാണ്. ഞാൻ ഇല്ല, ഞാൻ പോവാ. അവിടെ നിക്കടാ, ഇതെന്ത് തിരക്കാ? ലോകത്ത് വേറെ ആരും കല്യാണം കഴിച്ചിട്ടില്ലേ? നല്ല ടയർഡാ അതാ. നിക്കടാ, ഞാൻ പറഞ്ഞേക്ക്. കല്യാണ തലേന്ന് നമുക്ക് ബാച്ചലർ സെറ്റപ്പ് എന്റെ വീട്ടിൽ ചെയ്താലോ? നിന്റെ വീട്ടിലാണെങ്കിലേ നിന്റെ അച്ഛൻ ആകെ കശവിശുണ്ടാക്കുന്നു. ആ പരിപാടി ഈ ഗ്രേഗൻ ദാസ് സ്പോൺസർ ചെയ്യുന്നതായിരിക്കും. അതന്നെ. എന്താടാ വല്ല കുഴപ്പമുണ്ടോ? എന്ത് കുഴപ്പം? നീ മാറി. അതിനെന്താ നീ ചൂടാവുന്നേ? ആര് ചൂടായി? നീ മാറി. നീ അവിടെ നിക്ക്. ഇതാ അവന്റെ കുഴപ്പം. ഇവൻ പിടിച്ച മുയിലും 10 ചെവി. ബാക്കിയുള്ളവർ അതെല്ലാം അങ്ങ് അക്സെപ്റ്റ് ചെയ്യണം. എന്തൊക്കെ അക്സെപ്റ്റ് ചെയ്യണം ഞാൻ? ആരൊക്കെ പറയണ accept ചെയ്യണം? മോഹൻ എന്താ അതിന് നീ എന്തിനാ തള്ളുന്നേ? നിന്റെ എല്ലാ കുഴപ്പങ്ങളും സഹിച്ച് ഒരു ഫ്രണ്ടിനെ പോലെ കൊണ്ടുവരുന്ന ഞങ്ങളാ. എന്നിട്ട് ഇപ്പൊ ഒരു പെണ്ണിനെ കണ്ടപ്പോ നിനക്ക് ഞങ്ങളെ വേണ്ടല്ലടാ. എന്ത് കുഴപ്പമാണ് എനിക്കില്ല? വിൽക്കാനാ എന്റെ കുഴപ്പം? പൊട്ടി ഓടിക്കറിയാത്താണ് എന്റെ കുഴപ്പം. അവനെ വിടാ, അവനെ തല്ലട്ടെ. രാവും പകലും ഇവനെ കൂടെ കൊണ്ടുവരുന്നേ എനിക്ക് ഇത് തന്നെ വേണം. അത്ര കഷ്ടപ്പെട്ട് നിങ്ങൾ എന്നെ ഫ്രണ്ട് ആക്കണ്ട, എന്റെ കൂടെ നടക്കണ്ട. സുധി സുധി നിക്കടാ. എന്താടാ? ഞാനും വരാം വീട്ടിലേക്ക്. വേണ്ട. എന്നിട്ട് നിനക്ക് നാളെ കണക്ക് പറയാനല്ലേ? എടാ എന്നെ ഒരാൾ മനസ്സിലാക്കരുത്. ഒരാള്. അക്കൗണ്ട്സ് ആണ് സീരിയസ് മിസ്മാച്ച്. അടുത്ത ഓഡിറ്റിംഗിൽ ഇത് വലിയൊരു ഹെഡേക്ക് ആവും. അങ്ങനെ വരാൻ ഒരു ചാൻസും ഇല്ല. സുധി, എനിക്ക് ഇതിന്റെ പ്രീവിയസ് ഹിസ്റ്ററി എത്രയും പെട്ടെന്ന് എടുത്തു തരണം. സംതിങ് ഇസ് സംവെയർ റോങ്. ഞാൻ നോക്കാം. ഫോറിൻ ഫണ്ട്സിന്റെ വേറൊരു അക്കൗണ്ട് ഉണ്ട്. ഇതൊന്നും നേരെ ചൊവ്വ നടത്താൻ പറ്റില്ലെങ്കിൽ എന്തിനാടാ ജോലിക്കെന്നും പറഞ്ഞ് രാവിലെ എഴുതുള്ളത്? വാ. സുധി എന്നാ പോയിക്കോ. വെറുതെ ശീലയെ നിർത്തി ബോറടിപ്പിക്കണ്ട. കുറുപ്പ് സാറോട് ഞാൻ പറഞ്ഞോളാം. എന്തെങ്കിലും ഷീലയുടെ കല്യാണ സാരി ഫിക്സ് ചെയ്യണേ. 3-4 ദിവസമായി സാരി എന്ന് പറഞ്ഞാൽ നടപ്പ് തുടങ്ങിയിട്ട്. പോവാം, എല്ലാവരും വെയിറ്റ് ചെയ്യല്ലേ? സുധി, ഒരു മിനിറ്റ് ഒന്ന് ഇരുന്നാലോ? എന്താ പറ്റിയേ? തലചുറ്റൽ വല്ലതും ഉണ്ടോ? അങ്ങോട്ട് ഇരിക്കാം, വാ ഇരിക്കേ. കുറേ നേരം നിന്നിട്ടാവുള്ളൂ. കുടിക്കാൻ വെള്ളം. ഇത് വിസ്റ്റേഴ്സിനുള്ളതല്ല. ഷീലയ്ക്ക് ഒരു തലകറക്കം പോലെ. കല്യാണത്തിന് മുമ്പേ തലകറക്കോ?